അനുമോളുണ്ട്. അപ്പം അനുമോളും ചേച്ചിയും തമ്മിൽ ഇപ്പോൾ സുധിച്ചേട്ടൻ ഉണ്ടായ കാലം തുടങ്ങി നിങ്ങൾ തമ്മിലൊരു സിസ്റ്റർ ആ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഈ കഴിഞ്ഞിടയിൽ ഒരു പ്രോഗ്രാമിൽ ചേച്ചി അനുമോളെ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്ത വീഡിയോ ആരും കണ്ടില്ലേ? മൈൻഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ. അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന്, എനിക്ക് നടുവേദനയായി, ട്രെയിനിൽ നിന്നൊക്കെ വീണ ഒരു അവസ്ഥയായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന് വേദന എടുത്തിരുന്നപ്പോഴാണ് അനു സൈഡിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതല്ല, ഞാൻ കാണാതെ നിന്നെന്നൊക്കെയാണ് വേറെ മീഡിയാസ് എടുത്തിരുന്നത്. ഒരു പ്രശ്നമില്ല. തലേന്ന് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടാണ് മോളെ നീ വരുന്നുണ്ടോ? ആ വരുന്നുണ്ട് ചേച്ചി, അപ്പൊ അവിടെ കാണാന്നൊക്കെ പറഞ്ഞ് വന്നാണ്. അത് കണ്ടോണ്ടേ സംസാരിക്കും, പോകാൻ നേരത്ത് അവളെ തട്ടി വിളിച്ചു. ഇതൊന്നും ആരും എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഓരോ വ്യക്തികളാണ് അല്ലെ, നമുക്ക് പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മുടെ ഉള്ളിൽ ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ വേദന എനിക്ക് സത്യം പറഞ്ഞാൽ പുറമേ നിന്നുള്ള കുത്തുവാക്കുകളും കുന്നായ്മകളും ഒന്നും എന്നെ ഏശത്തില്ലെങ്കിലും എൻ്റെ ദേഹത്ത് എന്തെങ്കിലും വേദന എടുത്ത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഒരു ഇഞ്ചക്ഷന്റെ വേദന പോലും സഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. തുറന്നു പറയാം, ഇത്ര ധൈര്യമുള്ള ആളാണെങ്കിലും. ധൈര്യമുണ്ട്, ആരോപണങ്ങൾ നേരിടും, എന്തും നേരിടും, പക്ഷെ വേദന എടുക്കാൻ പാടില്ല. ഞാൻ പറയുന്ന പോലെ എന്നെ അടിക്കരുത് വന്ന്, എനിക്ക് വേദന എടുക്കും. അപ്പം ആ വേദന കൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നേ ഉള്ളൂ. അല്ലാതെ അനുമോളുമായിട്ട് യാതൊരു പ്രശ്നവും എനിക്കില്ല. അവൾ അന്ന് സൂചിച്ചേട്ടൻ്റെ പെങ്ങളുട്ടി എന്നാ പറയുന്നത്. പെങ്ങളുട്ടി ചിന്നുനെയും പറയുന്ന പെങ്ങളുട്ടി, അനുനെ എല്ലാരും പറയുന്ന പെങ്ങളുട്ടി എന്നാണേ. അനുക്കുട്ടി പെങ്ങളുട്ടിയാണെങ്കിൽ എനിക്കും അവൾ എൻ്റെ അനിയത്തി തന്നെയാണ്. വെറുതെ എന്നെ ആരെങ്കിലും ചൊറിയാൻ വന്ന ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഈ ഷോ എന്ന് പറയുന്നതും കൂടെ നിന്നുകൊണ്ട് പിന്നിൽ നിന്ന് ഊത്തുന്ന രീതിയിലുള്ള ടൈപ്പാണ് ആ ഒരു ഷോയുടെ ഒരു രീതി. ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ നിൽക്കുന്നത്